ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മേക്ക് എന്ന വേർബ് കോസറ്റീവ് വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. എന്താണ് കോസറ്റീവ് വേർബ്? കോസ് എന്നാൽ കാരണം. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേറൊരാൾ കാരണമായി തീരുക. സാധാരണ ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അല്ലേ? ആ സബ്ജക്റ്റ് ആണ് ആ ഒരു സെന്റൻസിലെ ആക്ഷൻ ചെയ്യുന്നത്, ഡുവർ ഓഫ് ദി ആക്ഷൻ. പക്ഷേ കോസറ്റീവ് വേർബ് ഉപയോഗിക്കുന്ന സെന്റൻസുകളിൽ ഒരു ആക്ഷൻ നടക്കുന്നുണ്ടാവും, പക്ഷേ ആ ആക്ഷൻ ചെയ്യുന്നത് സബ്ജക്റ്റ് അല്ല. സബ്ജക്റ്റ് ആ ഒരു ആക്ഷൻ്റെ ഡുവർ അല്ല. സബ്ജക്റ്റ് ചെയ്യുന്നത് വേറൊരാളെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിക്കുകയാണ്. അത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ കോസറ്റീവ് സ്ട്രക്ചറുള്ള സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ലാഫ്, ഞാൻ ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ ഐ ലാഫ്, ഞാൻ ചിരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാനാണ് സബ്ജക്റ്റ്, ഐ. ഞാൻ ചെയ്യുന്നത് ലാഫ്. അപ്പോൾ ആ ഡുവർ ഓഫ് ദ ആക്ഷൻ ആണ് സബ്ജക്റ്റ്. പക്ഷേ കോസറ്റീവ് സ്ട്രക്ചർ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ സബ്ജക്റ്റ് ഉണ്ടാകും, പക്ഷേ സബ്ജക്റ്റ് അല്ല ആ പ്രവൃത്തി ചെയ്യുന്നത്. സബ്ജക്റ്റ് ആ പ്രവൃത്തി വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സെൻറ്റൻസുകളാണ് നമ്മൾ കോസറ്റീവ് സ്ട്രക്ചറുള്ള സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് വേറൊരാളെ കൊണ്ട് ഒരു പ്രവൃത്തി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു, ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മീനിങ് കിട്ടുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കോസറ്റീവ് വേർബ് ആണ് മേക്ക്. ഇപ്പോൾ ചിരിക്കുക എന്ന് പറയുന്നതും ചിരിപ്പിക്കുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? കരയുക എന്ന് പറയുന്നതും കരയിപ്പിക്കുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതുതന്നെ. അപ്പോൾ ചിരിപ്പിക്കുക, കരയിപ്പിക്കുക, എഴുതിപ്പിക്കുക, വായിപ്പിക്കുക, ജോലി ചെയ്യിപ്പിക്കുക, പാചകം ചെയ്യിപ്പിക്കുക, ഇതൊക്കെ കോസറ്റീവ് വേർബ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഐ ലാഫ് എന്നാൽ ഞാൻ ചിരിക്കാറുണ്ട്, ഞാൻ അവളെ ചിരിപ്പിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ മേക്ക് ഹെർ ലാഫ് എന്നാണ് പറയേണ്ടത്. മേക്ക് എന്ന ഒരു കോസറ്റീവ് വേർബ് അവിടെ ഉപയോഗിച്ചു. ഇപ്പോൾ ഞാനാണ് ചിരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അല്ലേ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് എന്ന്. ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഐ മേക്ക് ഹെർ ലാഫ് എന്ന് പറയുമ്പോൾ ഐ എന്നതാണ് സബ്ജക്റ്റ് എങ്കിലും ആ പ്രവൃത്തി ചെയ്യുന്നത് അവൾ ആണ്. അപ്പോൾ അതാണ് വ്യത്യാസം. ഇത്തരം സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ ആദ്യം നമുക്ക് സബ്ജക്റ്റ്, ആരാണ് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്, അതാണ് എഴുതേണ്ടത്. പിന്നെ വേണ്ടത് കോസറ്റീവ് വേർബ് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നതാണ്. പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് നമുക്കതിനെ പറയാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. നമുക്കപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. എല്ലാ ടെൻസിലും കോസറ്റീവ് വേർബ്സ് ഉപയോഗിക്കാം. മേക്ക് എന്ന കോസറ്റീവ് വേർബിനെ സെൻറ്റൻസിലെ ടെൻസ് ഏതാണോ അതനുസരിച്ച് ചേഞ്ച് വരുത്തണം. എക്സാമ്പിൾസ് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കോസറ്റീവ് വേർബ് ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിലെ സ്ട്രക്ചർ സബ്ജക്റ്റ് ആദ്യം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ആൾ. പിന്നെ വേണ്ടത് മേക്ക് എന്ന കോസറ്റീവ് വേർബ്. പിന്നെ വേണ്ടത് പേഴ്സൺ. പേഴ്സൺ എന്നാൽ ചെയ്യുന്ന, ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ. പിന്നെ വേർബിൻ്റെ ബേസ് ഫോം, അതല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം നമുക്ക്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. അവൻ എല്ലാ ദിവസവും എന്നെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ ഒരു സെൻറ്റൻസിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റണം. നമുക്ക് കോസറ്റീവ് വേർബ് ഉപയോഗിക്കണം. ഈ സെൻറ്റൻസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ റൂൾസ് ഉപയോഗിക്കണം. ഇവിടെ ചെയ്യിപ്പിക്കുന്ന ആൾ അവൻ ആണ്. അപ്പോൾ ആദ്യം പറയേണ്ടത് ഹി. പിന്നെ ആരാണ് ചെയ്യുന്നത്? ഞാൻ, എന്നെ കൊണ്ട് എന്നല്ലേ. അപ്പോൾ ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ പറയണം? ഹി
മേക്സ് മീ ഡു ഹോംവർക്ക് എവറി ഡേ. അവൻ എല്ലാ ദിവസവും ഹോംവർക്ക് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് എന്നായി. ഹീ മേക്സ് മീ ഡു ഹോംവർക്ക് എവറി ഡേ. ഇവിടെ ഡു എന്നത് വേർബിൻ്റെ ബേസ് ഫോം ആണ്. ഹീ മേക്സ് മീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹീ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് മേക്ക് എന്നതിനെ നമ്മൾ മേക്സ് എന്നാക്കി മാറ്റി. അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തുന്നത് മേക്ക് എന്ന കോസേറ്റീവ് വേർബിൽ മാത്രമാണ്. അല്ലാതെ ഡു എന്ന ആ ഒരു പ്രവൃത്തിയിൽ ഒരിക്കലും ഒരു ചേഞ്ച് വരുത്താൻ പാടില്ല. അടുത്ത സെൻറ്റൻസ് നോക്കൂ. അവൻ എന്നെക്കൊണ്ട് അവൻ്റെ ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. നോക്കൂ, പാസ്റ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണിത്. അപ്പോൾ പാസ്റ്റ് സിമ്പിൾ ടെൻസിലെ റൂൾസൊക്കെ ഇതിൽ ഫോളോ ചെയ്യണം. അവൻ എന്നെക്കൊണ്ട് അവൻ്റെ ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. ഹീ മെയ്ഡ് മീ ഡു ഹിസ് ഹോംവർക്ക്. അവൻ ആണ് ഹോംവർക്ക് ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് അത് ആദ്യം ഹീ എന്ന് ഉപയോഗിച്ചു. പിന്നെ മെയ്ഡ് മീ എന്നാണ് ഉപയോഗിച്ചത്. മെയ്ഡ് എന്നത് മേക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ അവിടെയാണ് ചേഞ്ച് വരുത്തിയത്. ഹീ മെയ്ഡ് മീ ഡു ഹിസ് ഹോംവർക്ക്. ഡു എന്ന വേർബിന് ഒരു ചേഞ്ചും വന്നില്ല. അത് വേർബിൻ്റെ ബേസ് ഫോമായിട്ട് തന്നെ ഉപയോഗിക്കണം. നെക്സ്റ്റ് സെൻറ്റൻസ്. അവൾ എന്നെക്കൊണ്ട് ലെറ്റേഴ്സ് എഴുതിക്കാറുണ്ട്. ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ചെയ്യിപ്പിക്കുന്ന ആൾ അവൾ ആണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഷീ എന്നാണ്. ഷീ മേക്സ് മീ റൈറ്റ് ലെറ്റേഴ്സ്. റൈറ്റ് എന്ന ബേസ് ഫോം ഓഫ് ദ വേർബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ ഷീ എന്നത് സബ്ജക്റ്റ് ആയതുകൊണ്ട് മേക്സ് എന്നുപയോഗിച്ചു. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് മേക്സ് എന്നാക്കിയത്. നീ എന്നെക്കൊണ്ട് ഈ തെറ്റ് ചെയ്യിപ്പിച്ചു. പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്. നീ എന്നെക്കൊണ്ട് എന്നാണ്. നീ. അപ്പോൾ യു ആണ് സബ്ജക്റ്റായിട്ട് വരേണ്ടത്. കാരണം നീ ആണ് ചെയ്യിപ്പിച്ചത്. യു മെയ്ഡ് മീ മേക്ക് ദിസ് മിസ്റ്റേക്ക്. യു മെയ്ഡ് മീ മേക്ക് ദിസ് മിസ്റ്റേക്ക്. ഞാൻ നിന്നെക്കൊണ്ട് എഴുതിപ്പിക്കും. നോക്കൂ, ഇത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസാണ്. ഞാൻ നിന്നെക്കൊണ്ട് എഴുതിപ്പിക്കും. ഞാനാണ് എഴുതിപ്പിക്കുന്നത്. അതുകൊണ്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ. ഐ വിൽ മേക്ക് യു റൈറ്റ്. നോക്കൂ, വിൽ മേക്ക് എന്നാക്കി. കോസറ്റീവ് വെർബായ മേക്കിനെ നമ്മൾ ചേഞ്ച് വരുത്തി. കാരണം ഇത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ട്. ഐ വിൽ മേക്ക് യു റൈറ്റ്. അമ്മ എന്നെക്കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിച്ചു. മദർ മെയ്ഡ് മീ ഈറ്റ് വെജിറ്റബിൾസ്. മദർ മെയ്ഡ് മീ ഈറ്റ് വെജിറ്റബിൾസ്. അവനെ പണി ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അവനെ പണി ചെയ്യിക്കാൻ എനിക്ക് സാധിക്കും. ഇവിടെ നോക്കൂ, ഞാനാണ് പണി ചെയ്യിക്കുന്നത്. ഐ can make him do this job. I can make him do this job. I കഴിഞ്ഞിട്ട് can make എന്ന് ഉപയോഗിച്ചു. കാരണം സാധിക്കും എന്നാണ്. അപ്പോൾ make എന്നതിൽ ചേഞ്ച് വരുത്തി can എന്നുകൂടി ചേർത്ത് can make എന്നാക്കി. I can make him do this job. സ്കൂളിൽ ജെയിനെ കൊണ്ട് ഞാൻ നിന്നെ അടിപ്പിക്കും. അടികൊള്ളിപ്പിക്കുന്ന. ഐ വിൽ മേക്ക് ജെയിൻ ബീറ്റ് യു ഇൻ ദ സ്കൂൾ. ഐ വിൽ മേക്ക് ജെയിൻ ബീറ്റ് യു ഇൻ ദ സ്കൂൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊണ്ട് നുണ പറയിച്ചത്? വൈ ഡിഡ് യു മേക്ക് മീ ടെൽ എ ലൈ? വൈ ഡിഡ് യു മേക്ക് മീ ടെൽ എ ലൈ? അവർ എന്നത്തെയും പോലെ ഞങ്ങളെ ചിരിപ്പിച്ചു. They made us laugh as always. They made us laugh as always. എന്തിനാണ് നീ അവളെ കരയിപ്പിച്ചത്?
Why did you make her cry? Why did you make her cry? ഈ ലെറ്റർ രവിയെ കൊണ്ട് അവൾ എഴുതിച്ചിട്ടുണ്ട്. She has made Ravi write this letter. She has made Ravi write this letter. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഷീ ഹാസ് മെയ്ഡ് എന്നുപയോഗിച്ചത്. ഞാൻ നിന്നെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കും. I will make you apologize. I will make you apologize. അവർ ഞങ്ങളെ ഓടിച്ചു. They made us run away. They made us run away. ജോക്കർ ആളുകളെ ചിരിപ്പിക്കുന്നു. ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. The clown makes people laugh. The clown makes people laugh. Makes എന്ന് ഉപയോഗിച്ചത് the clown എന്ന് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. അവരെ മനസ്സിലാക്കിപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. He is trying to make them understand. He is trying to make them understand. അവളെ കരയിക്കല്ലേ. Don't make her cry. Don't make her cry. എന്നെ ചിരിപ്പിക്കല്ലേ. Don't make me laugh. Don't make me laugh. ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? Who made you do this? Who made you do this? അവൻ എന്നെ കൊണ്ട് ബിൽസ് പേ ചെയ്യിപ്പിച്ചു. He made me pay the bills. He made me pay the bills. ഇനിയും കൂടുതൽ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യുക. പല ടെൻസിലുള്ള സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക.